പിടിച്ചുകൊണ്ട് അതുപോലും കളവിന്റെ വശമാണ്. പൊന്നുമക്കളെ ചോക്ലേറ്റിന് വേണ്ടി ഇങ്ങനെ കാണിച്ചിട്ട് ദാനം പറഞ്ഞിട്ട് വിളിക്കൽ പോലും കളവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഒരു കളവിലേക്കും നമ്മൾ ചാഞ്ഞു പോകാൻ പാടില്ല. റമളാനിലും പാടില്ല, അല്ലാത്തപ്പോഴും പാടില്ല. റമളാനിലും സൂക്ഷിക്കണം, അല്ലാത്തപ്പോഴും സൂക്ഷിക്കണം. ദീന് എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനുമാണ്. പ്രായപൂർത്തിയായത് മുതൽ മരണം വരെ ദീനിലൂടെ ആയിരിക്കണം. റമളാനിൽ മാത്രമല്ല, വെള്ളിയാഴ്ച മാത്രമല്ല, പള്ളിയിൽ മാത്രമല്ല, ഉസ്താദിനോട് മാത്രമല്ല, തങ്ങളോട് മാത്രമല്ല. ചില ആൾ പറയും, തങ്ങളെ ഉസ്താദെ നിങ്ങളോട് ഞങ്ങൾ കളവ് ചെല്ലുവാ. യാറ് ചെന്നെ ഉസ്താദന്മാരോട്, കാരണം ഓർ എല്ലാരും നമ്പുന്നു. ഉസ്താദന്മാർക്ക് ഓർക്കറിയല, ഓർ ഭയം പെട്ടെന്ന് വീണുപോകും. ആൾക്കാർ കളവ് പറയുന്നു എന്നുള്ളത് അവര് അങ്ങനെയുണ്ട്. പഴയകാല ആലിമീങ്ങളിൽ പലരും ഫസ്റ്റ് പോയിട്ട് ആര് പറഞ്ഞെങ്കോ അത് പാസ്സാണ്. എന്തേ ഒരു രണ്ടാമത് ഒരു കളവ് പറയുന്നു എന്നുള്ളൊരു ധാരണ പോലും അവരുടെ മനസ്സിലേക്കില്ല. അല്ലെ, ഉസ്താദന്മാരെയും പറ്റിക്കുന്ന ചില ആള്. ഇതിന്റെ അടുത്ത ഒരാള് പള്ളിയിൽ വന്നിട്ട് ഇരുന്നിട്ട് കരഞ്ഞോണ്ടാലോ, രാത്രി ഇരുന്നിട്ട് നല്ലോണം കരയെന്ന് കാണുമ്പോ ഉസ്താദിന് ബേജാറായി. ഉസ്താദ് അയാൾ വിളിച്ചിട്ട് കേട്ട്, എന്താ കരയെന്ന്? ഇശായിട്ട് എല്ലാവരും പള്ളി ബന്ധാക്കാനായി ഈ മനസ്സ് പോയോണ്ടേലും ഇരുന്നിട്ട് കരഞ്ഞോണ്ടേണ്ട് പള്ളിയിൽ. അപ്പൊ അയാൾ ചെല്ലാലെ, യാ ഉസ്താദ് നാളെ സുബൈക്കാകുമ്പോ ഇത്ര ഉറുപ്പ്യ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ സുസൈഡ് ആക്കേണ്ട പരിസ്ഥിതി. അള്ളാഹ് കേക്ക എന്തെങ്കിലും ഒരു ബൈ അള്ളാഹു തുറക്കുന്നു ഉറപ്പുള്ളതിനോണ്ട് ഞാൻ പള്ളിയിൽ ഇരുന്നിട്ട് വിളി കൊടുത്തോണ്ട് അള്ളാഹുവിന് ബൈ തുറക്കും. ഉസ്താദിന് ബേജാറായി. ഉസ്താദ് 4 ആൾക്ക് ഫോണെല്ലാം ആക്കിയിട്ട് അഡ്ജസ്റ്റ് എല്ലാം ആക്കിയിട്ട് പൈസ ഭർത്തിയാക്കിയിട്ട് കൊടുത്തു. അവൻ ആത്മഹത്യ ആക്കിയിട്ടുണ്ടാണ്. ഇപ്പൊ അങ്ങനല്ലേ, പാലക്കറി എന്തോ ഒട്രാസി ചില്ലറ വിഷയത്തിലെല്ലാം ഓൺലൈനിൽ കളിച്ചിട്ട് തോറ്റനി ആത്മഹത്യാക്കുന്നത്. ഒരു പെണ്ണ് 2 കൊല്ലം സ്നേഹിച്ചിട്ട് മംഗലാവായിട്ട് ഓക്ക് വേറെ ആളെ കിട്ടിയിട്ട് അമ്മയോ ആത്മഹത്യാക്കുന്നത്. അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് ഒരു ആണ് കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യാക്കുന്നത്. 10 ലക്ഷം രൂപ കടായനെ സൂസൈഡ് ആക്കുന്നത്. ഇതെല്ലാം ഒരു നോർമൽ കൊതുനെ കൊല്ലുന്ന പോലത്തെ വിഷയം ഇപ്പൊ ആത്മഹത്യ എന്നെല്ലാം പറഞ്ഞെങ്കിൽ. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ ചെല്ലു ആത്മഹത്യാക്കിയതിന്റെ കാരണം കേട്ടപ്പോ ചൊല്ലി തിരിയളെ കിരികിരി സഹിക്കാൻ കഴിയാതെ ആത്മഹത്യാക്കിനാൻ. ഞാൻ പറഞ്ഞു, ഓ എന്ത് വെടുഗൂസ്, ഓനി ഒന്നല്ല അങ്ങ് 4 തിരിയ വേറെ കിട്ടുന്നില്ലേ പെണ്ണ്. ഓളെ ഒരുത്തിന്റെ കിരികിരിക്ക് വേണ്ടിട്ട് ഓന്റെ ജീവൻ കളയണ. ദുനിയാവിലും മോശം, ആഖിറത്തിലും മോശമാണ്. ഏതുമായിട്ട് ഉസ്താദിന് ബേജാറായി. ഉസ്താദ് പൈസ എല്ലാക്കി കൊടുത്തു. അയാൾ ചൊല്ലി, യാ ഉസ്താദ് എന്റെ ജീവൻ നിങ്ങൾ രക്ഷിച്ചു, ഞാൻ നിങ്ങളെ മറക്കല. ഞാൻ ഇൻഷാല്ല ഇത്ര നാത്തിനുള്ളിനെ നിങ്ങൾക്ക് കൊടുത്തിട്ട് തരും. ഇൻഷാല്ല ഞാൻ പൈസക്കാരനായങ്ങ് നിങ്ങളെ ഒരിക്കലും മറക്കല. പോയ അഡ്രസ് തിരിച്ചു വന്നിട്ടില്ല പയ്യൊക്കെ ഇങ്ങോട്ട്. ആത്മഹത്യ അയാൾ ചെന്നു ആത്മഹത്യ ആക്കിനെങ്ങോട്ടിട്ട് ഞാൻ ആത്മഹത്യ ആക്കുന്ന അവസ്ഥക്ക് എത്തി. എങ്ങനെ ഇയാൾ ഓന് സൂസൈഡ് ആക്കിയിട്ടുണ്ടായിട്ട് എല്ലാവർക്കും ഫോൺ ആക്കിയിട്ട് മേങ്ങിട്ട് കൊടുത്തിന്. എങ്ങനെ ചെയ്ക്കട്ട് പോയിട്ട് ഇങ്ങനത്തെ അല്ല പരിസ്ഥിതി. കളവ് ചെന്നാള് ഉസ്താദോടും ചെന്ന്, തങ്ങളോടും ചെന്ന്, ആരോടും ചെല്ലാത്ത ആൾ ആരോടും ചെല്ലേല. ചില ആൾ അങ്ങനെ ഉണ്ട്. എന്ത് പറഞ്ഞെങ്കിലും ചിലപ്പോ വിശാലം പറയുമ്പോ ഞമ്മ വിചാരിക്കുക കൊച്ച ആള് സ്ട്രോങ് എന്തല്ല നേര് അല്ലെ. തേന് വിറ്റോണ്ടായാല 200-300 ചെല്ലാല. ഒറിജിനൽ തേനാണ് ഇവിടെ. തേന് തന്നെ അല്ലേ. തേന് വേണം നമ്മളെ പൊരയിൽ. എല്ലാവരുടെ പൊരയിലും കുറച്ച് തേന്, കുറച്ച് ഈത്തപ്പഴം. അത് അജുവായങ്ങ് നല്ലത്. മൗലൂദിനെല്ലാം ഈത്തപ്പഴം വെക്കുമ്പോ ജാഗ്രത ആക്കണം. ആ ചാണ പോലെ ഉണങ്ങിയിട്ട് ഒന്നിനേക്കൊന്ന് ജോയിന്റ് ആയിട്ട് അതിന്റെ മോൾക്ക് പഞ്ചാര വേറിയിട്ടല്ല വെക്കുന്ന സുറും. അതിന്റെ പേർക്ക് ഈത്തപ്പഴം വാങ്ങുമ്പോ നല്ല ഈത്തപ്പഴം ആയിക്കോളി ആരോഗ്യത്തിന്. ഒലിവായിൽ നമ്മളെ പൊരയിലുണ്ടാകണം. അതുപോലെ അത്തിപ്പഴം നമ്മുടെ വീട്ടിലുണ്ടാകണം. അങ്ങനെ ഇതിന്റെ ഇടക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊടുത്തിട്ട് വെച്ച് ആരെ തൊടാൻ അളക്കുന്നില്ല. ഈ മനസ്സ തിന്നാൻ അളക്കുന്നില്ല. ഉസ്താദ് ചെല്ലി എപ്പോഴും ഭരൽ ഇത് വേണോന്ന്. എന്തിന്റെ ഇത് എടുത്തു വെക്കാനാ? അല്ല, തിന്നാൻ കഴിക്കാൻ കുറച്ച് തിന്നണ്ടല്ലേ, കഴിക്കാൻ വിടുന്നില്ല ഇയാള്. ഉസ്താദ് ചെല്ലിയത് എപ്പോഴും ഭരൽ സ്റ്റോക്ക് വേണോ. സ്റ്റോക്ക് വേണമെന്ന് തീരുമ്പോ വേറെ കൊടുത്തിട്ട് വെക്കണോ, അല്ലാതെ കൊടുന്നേനെ തിന്നണ്ടെന്നല്ല. അങ്ങനത്തെ കഞ്ചൂസിന്റെ ഉണ്ടാവുമല്ലോ. അള്ളാഹു സലാമത്താക്കട്ടെ. ബഖീലന്മാർ കഞ്ചൂസുകളൊക്കെ ഉണ്ടാകുന്നു. ഏതുവാകട്ടെ. അപ്പൊ എന്തായി? എന്ത് പറഞ്ഞു? കളവ്. അതിന്റെ എന്തോ ഒരു കഥ എന്നാണ് ഇങ്ങോട്ട് തേനിലേക്ക്. തേന് ഒറിജിനൽ 4 കുറി ചൊല്ലി. ലാസ്റ്റ് ഇയാൾ അളക്കുന്നില്ല. ഇയാൾ കേട്ട് നേരെ ഒറിജിനൽ തന്നെയാണ്. അപ്പൊ അയാൾ ചൊല്ലി, തേനോട് കേൾക്കണോ എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആക്കിനാന്ന്. ഞാൻ എന്തോ ആക്കിയിട്ടില്ല അല്ലേ. ലാസ്റ്റ് ചോടി വന്നിട്ട് തേന് മിറ്റോടങ്ങ് പോയിട്ട് അപ്പുറം ഇപ്പുറം ഡ്യൂപ്ലിക്കേറ്റ് ആക്കിനാന്ന് അറിയല. ഞാനെന്ത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ടില്ല അല്ലേ. അപ്പൊ ചില നേറ് പറയുന്ന ആൾക്ക് വേഗം ചൊടി വരും. ചില ആൾക്കെല്ലാം ചൊടി വന്ന ആളെല്ലാം നേര് ചെല്ലുന്നൊന്നും അല്ലവാ. ചില ആൾ അങ്ങനെ ഉണ്ടാന്ന്. വേഗ കോപ്പ് പറവോറ മനസ്സു ശുദ്ധ മനസ്സു തേടിയിടുന്ന സ്റ്റാറ്റസിൽ എല്ലാവരും പറഞ്ഞിട്ട് വന്നിട്ട്. എങ്ങനെ ചൊടി വരുന്ന ആൾക്കെല്ലാം ശുദ്ധ മനസ്സെന്ന് അർത്ഥമില്ല. ശുദ്ധ മനസ്സുള്ള ആൾക്ക് ചിലപ്പോ പെട്ടെന്ന് ചൊടി വരാന്ന് മാത്രമാണ്. ചൊടി വരുന്നതിന് തൊട്ട് അല്ലാഹു കാക്കട്ടെ.
മുഅ്മിനീങ്ങളെ, കൽബിൽ മുഴുവനും തഖ്വ ഉണ്ടാകണം, കൽബിൽ നല്ല ഭയപ്പാടുണ്ടാകണം. ആ ഭയപ്പാട് ഉസ്താദോട് വേറെ, തങ്ങളോട് വേറെ, പള്ളിയിൽ വേറെ, റമളാനിൽ വേറെ എന്നില്ല, എല്ലായിടത്തും വേണം. അവരുമായി ബന്ധപ്പെടുമ്പോ പ്രത്യേകം സൂക്ഷിക്കുകയും ചെയ്യണം. തഖ്വയുള്ളവരാരോ, തഖ്വ കാണിക്കാനുള്ളതല്ല, കൽബിലാണ് തഖ്വ. അല്ലാഹുവിനോടുള്ള ഭയപ്പാട് കൽബിന്റെ ഉള്ളില് ഖാലിഖായ റബ്ബുൽ ഇസ്സത്തുമായി ബന്ധപ്പെട്ട സ്നേഹമുണ്ടാകണം. അങ്ങനെ നമ്മൾ റബ്ബിനോട്, അല്ലാഹുവിനോട് ഭയവും സ്നേഹവും, ബൈനൽ ഖൗഫി വറജാ, അല്ലാഹുവിനെ പേടിയും വേണം, അല്ലാഹു രക്ഷപ്പെടുത്തുന്നുള്ള നിയത്തും ഉണ്ടാകണം. ഒരൊറ്റ ഒരു ധൈര്യം, എന്നെ റബ്ബ് തആല ഒഴിവാക്കൂല, എന്നെ അല്ലാഹു കൈവടിയൂല. മുഅ്മിനേ, നീ എത്ര തോറ്റാലും, നീ എത്ര സങ്കടത്തിലായാലും, മറ്റുള്ളവർ നിന്നെ തോപ്പിച്ചു കളഞ്ഞാലും, മറ്റുള്ളവർ നിന്റെ സമ്പത്തുകൾ എടുത്തു കളഞ്ഞാലും, നിന്നെ കച്ചവടത്തിൽ തകർക്കപ്പെട്ടാലും, നിന്റെ ഇസ്സത്ത് തകർക്കപ്പെട്ടാലും, നിന്നെ ആളുകൾ കളിയാക്കി ചിരിച്ചാലും, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയരുത്. അല്ലാഹു ഇസ്സത്ത് തരുന്നു, അവൻ സമ്പത്ത് തരുന്നു, അവൻ പരീക്ഷണം തരുന്നു, അവൻ വിജയം തരുന്നു, എല്ലാം തരുന്നവനവനാണ്. ഹുവൽ മുഅ്തി ഹുവൽ മാനി, എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹുവാണ്. അതുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടോ. റബ്ബല്ലാതെ ഒരാളെയും പേടിക്കേണ്ടതില്ല, ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ല. റബ്ബിനെ ഇഷ്ടം വെക്കുകയും പേടിക്കുകയും ചെയ്ത അല്ലാഹു നിങ്ങളെ ഇഷ്ടം വെക്കുന്നു. അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മെ ഇഷ്ടം വെക്കുന്നു. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്നവരിൽ ഞങ്ങളെ പെടുത്തണമല്ലാ. പിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നത് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ആൽ ഇംറാൻ 134-ാമത്തെ ആയത്തിലൂടെ റബ്ബ് തആല പറയുകയാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല നന്മ ചെയ്യുന്നവരെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നവൻ, യുഹ്സിനൂന മഅന്നാസ്, ജനങ്ങളോട് നന്മ ചെയ്യുന്നവർ, അൽ ഇഹ്സാൻ, ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നവർ, നാട്ടുകാർക്ക് നന്മ ചെയ്യുന്നവർ, മനുഷ്യരോട് നന്മ ചെയ്യുന്നവർ, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവർ, ആരെയും ബുദ്ധിമുട്ടിക്കുന്നവരല്ല, ആരെയും കരയിപ്പിക്കുന്നവരല്ല, ആരെയും കളിയാക്കി ചിരിക്കുന്നവരല്ല, ആരുടെയും നാണം കെടുത്തുന്നവരല്ല, ഒരാളെയും ബേജാറിലാക്കുന്നവരല്ല, ഒരു കല്യാണവും മുടക്കുന്നവരല്ല, ഒരുത്തന്റെ കച്ചവടത്തിനും പാരവെക്കുന്നവരല്ല, ഒരാൾക്കും സീർ വെക്കുന്നവരല്ല. അങ്ങനെയാണ് എല്ലാവർക്കും നമ്മളെ കൊണ്ട് ഉപകാരം ചെയ്യാനാണ്. എന്തെങ്കിലും ഒരു ഉപകാരം, ഒരു സദസ്സ് കൂടിപ്പിരിയുമ്പോ എന്തെങ്കിലും ഒരു ഉപകാരം ആക്കണം എന്നുള്ള നീയത്തുണ്ടെങ്കിൽ അത് അല്ലാഹു കബൂലാക്കുന്നു. അങ്ങനെ മനസ്സെങ്കിലും വേണം. അതായത് ഒരാള് ബുദ്ധിമുട്ടിലാകുമ്പോ നമുക്ക് സങ്കടം വേണം, ഒരാൾ ബേജാറിലാകുമ്പോ അത് ഞമ്മക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഇപ്പൊ ഒരാള് വണ്ടി ആക്സിഡന്റ് ആയി, യാ റബ്ബേ, കാണുമ്പോ ഞമ്മക്ക് എല്ലാവർക്കും ബേജാറാവും, പാവം എന്നെല്ലാം വിചാരിക്കും. അതെല്ലാം ഒരാള് നല്ല വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ, ബെൻസിലല്ല പോകുമ്പോ, നമ്മൾ അറിയുന്ന ആളാണ്, മൂക്കട്ടഴിച്ചോണ്ട് നടന്നുകൊണ്ടായി പണ്ട് സ്കൂൾക്കെല്ലാം പോകുമ്പോ, മാർക്ക് എന്തിലും എല്ലാത്തിലും ദിഡ്ഡാലിക്കൊണ്ടായി, നല്ല 1.5 കാറിൽ പോകുമ്പോ അൽഹംദുലില്ലാ, ഓനെങ്കിലും ജയിച്ചല്ല, സലാമത്തായി, ഓൻ ഇങ്ങനാവുന്ന ഞങ്ങൾ വിചാരിച്ചിട്ടേ ലാട്ട്, അൽഹംദുലില്ലാ. ഇത് നമുക്ക് പറയാൻ പറ്റുന്ന അങ്ങനെ പോയിട്ട് ബെള്ളാരിൽ കുത്തി നമുക്ക് സമാധാനായി. ഓൻ പോകുമ്പോളേ ഞാൻ ഇരിച്ചിന് ഓന്റെ ആൾക്കാര, ഓന്റെ എല്ലാം ഓൻ കണ്ണു വെച്ചിട്ടാണ് ഓൻ പോയിട്ട് അവിടെ കുത്തിയത്. ഓൻ ഇങ്ങനെ നോക്കിയിട്ട് ബായി വന്നിട്ട് ബാക്കി ആടെ സ്റ്റക്ക്. ഓന്റെ അവസ്ഥ ഓ അണ്ണം എഴുതിക്കൊണ്ട് വന്നോണ്ടായി മൂക്കിൻ്റെതായ എന്തും അറിയാത്ത ബോള സുബ്ബ ഓ ഉസാറേ ഞമ്മ വെണ്ണ അല്ല. മറ്റുള്ളവരുടെ സന്തോഷം, മറ്റുള്ളവരുടെ ഐശ്വര്യം, മറ്റുള്ളവരുടെ ഇസ്സത്ത്, അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമാണോ? അതിനെക്കാട്ടിയും വലിയ ഇസ്സത്ത് അല്ലാഹു നിങ്ങൾക്ക് തരും. ആളുകൾക്ക് നമ്മുടെ വാക്കുകൊണ്ട് മുഅദ് തങ്ങളോട് ഹബീബ് പറഞ്ഞില്ലേ, വബിലീനിൽ കലാം, നല്ല വാക്ക്, സൗമ്യമായ വാക്ക്, സന്തോഷിപ്പിക്കുന്ന വാക്ക്, അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളെ സന്തോഷിപ്പിക്കുകയാണ്. ആൾക്കാരെല്ലാരെ സന്തോഷിപ്പിക്കുക. ആൾക്കാർക്ക് നമ്മളൊന്ന് കണ്ടിട്ട് പിരിയുമ്പോ സന്തോഷാകണം, അല്ലെ? പൊര കുടിക്കല്ലോ പോയെങ്കിൽ പോയത്ത് എന്തേലാണോ പൊരല്ലോ ഭാര്യ നല്ല, ഇനി പൈൻറ്റ് മാത്രം കുറച്ച
ഡാർക്ക്, കുറച്ച് ഡാർക്കായി, കുറച്ച് ലൈറ്റാക്കി ആയി. ഓ ആകെ ഭയങ്കര സന്തോഷത്തിലുണ്ടായ പോരല്ല കെട്ടിയിട്ട് പോയി. ഓന്റെ കൽബിന്റെ താക്കത്തല്ല പോയി. പിന്നൊരുത്തം വന്നിട്ട് ചെല്ലി കറക്റ്റായി മാത്രം ഗ്രാനൈറ്റ് കുറച്ച് കളർ ഡിമ്മായി പോയി. പിന്നെ കുറച്ച് അതും പോയി. നിങ്ങളെന്താ ഫൈൻട്ടോ ഇതെല്ലാം മറ്റേ സയന്റിസ്റ്റാ, നിങ്ങളെ നോക്കാം, എഞ്ചിനീയറാ, നോക്കാൻ വന്നാണല്ലല്ല. അൽഹംദുലില്ലാ മാഷാ അല്ലാ തബാറക്കല്ലാ ബാറക്കല്ലാ അങ്ങനെ പറഞ്ഞിട്ടല്ലേ പോകേണ്ടത്. പറയില്ല. നമ്മളെ ഈ ഭാഗത്തിലുള്ള ഒരു പ്രശ്നം അതാണ് അല്ലേ. പെണ്ണുങ്ങൾക്കും അങ്ങനെ ഗൾഫിൽ നിന്നെല്ലാം വന്നിട്ട് മംഗലം വിളിക്കാൻ പോയിട്ടാകുമ്പോ എത്രയുണ്ട് മോനെ ശമ്പളം? ഏത് മോന്റെ കഫീലിന്റെ ഉമ്മയാ? ഏത് എത്രയുണ്ട് ശമ്പളം? 1 ലക്ഷം ഉണ്ടാ? 1 ലക്ഷം അവിടെ റൂമിന് ബാടിക്കാൻ മതിയാണ് 1 ലക്ഷം. ഈനെ ഇതിന് കണക്കൂട്ടുന്നേ. അപ്പോൾ ഓൾ എന്താക്കുന്നു? ഞാൻ 4 മക്കളുണ്ട് ഗൾഫിൽ, കുറഞ്ഞിട്ടൊരു 4 ലക്ഷം ഓളിനെ എങ്ങനെ തീർക്കുന്നത്? പിന്നെ ഓക്ക് വരക്കുന്നത് എങ്ങനെയെങ്കിലും ഹാർട്ടിന് സീക്ക് ബന്ധനം മതിയാട്ടി, എങ്ങനെയെങ്കിലും വായന മതിയാവട്ടെ അല്ലേ. ഇങ്ങനെ ആളുകളോട് ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഫസ്റ്റ് കണ്ടിട്ട് അസ്സലാമു അലൈക്കും റാത്ത, എങ്ങനെ നിങ്ങക്ക് ഷുഗർ ഉണ്ടാ? ഓ എന്താ ഡോക്ടർ ചോദിച്ചിനെ, എങ്ങനെ എന്താ വച്ചീനെ, വീടെല്ലാം ഒട്ടീനെ അല്ലേ, തടിയെല്ലാം പോയിനല്ല. ആൾക്കാരോട് സംസാരിക്കുമ്പോ അൽ കലിമത്തു തയ്യിബത്തു സദഖ, നല്ല സംസാരം സദഖയാണെന്ന് മുഹമ്മദ് മുസ്തഫ കണ്ട ആളോട് ശമ്പളവും ബേസല കേൾക്കാൻ പാടില്ല. നമ്മൾ ഏറ്റവും വലിയ സമസ്യ അത്. എത്ര ശമ്പളം ഉണ്ടേക്കുന്നത് ഇല്ലാങ് ചർച്ച, നിങ്ങക്ക് എത്ര വയസ്സായി, നിങ്ങക്ക് എത്ര വയസ്സായി. അസ്രായിലിന്റെ പണി ഞമ്മക്കാർക്കും ഇല്ലല്ലേ. എത്ര വയസ്സായെങ്കും റൂ പിടിക്കുന്ന സമയമാകുമ്പോ വന്നിട്ട് കൊണ്ടുവന്നു. ഇനി ബസ്സിന്റെ കണക്ക് എന്തില്ല. പിന്നെ ചില ആള് ബയസ് കേട്ടങ്ങ് നേരെ ഒന്നുമില്ല. 40 പാസ്സായി, 40 പാസ്സായിട്ട് 9 കൊല്ലായി, 49ആയി. കളവല്ല നേരല്ലേ 40 പാസ്സായാലും കളവല്ല. പിന്നെ ചില ആള് ചെന്നു 40 ആയത്രേന്ന്, അത് കളവും. 40 പാസ്സായിന് ചെല്ലിക്കോളി, മോശമില്ല. 60 40 പാസ്സായിട്ടേ ഉള്ളത് അല്ലേ. പെണ്ണുങ്ങ ബിൽക്കുള് ആധാർ കാർഡ് കേട്ടേം കാണിക്കുന്നില്ല, കൊടുക്കും വേണമെന്നെയാ നേക്കത് പിന്നെയും. കാരണം ഓർക്ക് സൈബറിന്റെ ഓർക്കും എന്തറിയാൻ പാടില്ല, ബസ് എത്രയായി അറിയാൻ പാടില്ല. ഇവിടുത്തെ പെണ്ണുങ്ങൾ നല്ല മനുഷ്യന്മാർ, ആണുങ്ങളും അങ്ങനെ. ബസ് കുറെ നേരെങ്കിൽ അല്ലേ, താടി മീശക്കല്ലേ നമ്മ കറുപ്പടിക്കുന്നതിന്റെ ആണുങ്ങ ബസ് ഓർക്കാനും. അല്ലാതെ ആരോഗ്യം കിട്ടൂലല്ലോ, കെമിക്കൽ അടിച്ചുകൊണ്ട് ആരോഗ്യം കിട്ടാൻ പോകുന്നില്ല. അസ്രായിലിൽ വന്നിട്ട് ചേഞ്ച് ആവൂല്ല. ഓ എന്താ കറുത്തിട്ട് ചില അങ്ങനെ ഉണ്ടാന്ന്. ബിയാഴ്ച വെളുത്തിട്ടുണ്ടാന്ന്, ജിഗ് ജിഗ് ബൾബിട്ട പോലെ അടാടാടാടല്ല. വെള്ളിയാഴ്ച നോക്കുമ്പോ നല്ല ഫ്രഷ് എല്ലാം കറുത്തിട്ട് ആ ബെൽത്തിന്റെ അഡ്രസ്സേ ഇല്ല അല്ലേ. അങ്ങനെയുണ്ട് ചില ആളുകളെല്ലാം. വെള്ളിയാഴ്ച എല്ലാം ഭംഗിയാണോ, കറുപ്പിട്ടിട്ട് ഭംഗിയാവാൻ പാടില്ല. ഏതുമാകട്ടെ ആളുകളെ സന്തോഷിപ്പിക്കണം നമ്മൾ. നമ്മുടെ വാക്കുകൊണ്ട് പ്രവർത്തി കൊണ്ട് നമ്മുടെ ജമാഅത്തിലോ നാട്ടിലോ വീട്ടിലോ കുടുംബത്തിലോ എവിടെയും ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിലുള്ള സംസാരങ്ങളാകണം. വിഷയം പറയുമ്പോ അല്ലെ പെണ്ണുങ്ങളെല്ലാം ജാഗ്രത ആക്കണം. ചില ആൾക്ക് ഈ കണ്ണ് കൊള്ളുന്നുണ്ടല്ലേ, കണ്ണ് അല്ലായിനു ഹക്കുൻ, കണ്ണേറ് ഹക്കാൻ. ഇടെന്തല്ല കണ്ണുകൊള്ളുന്നേനി ഇല്ലേ ഇല്ലേ കൊള്ളുന്ന കണ്ണ് കൊള്ളുന്ന തന്നെ ഉസ്താദിയല്ലേ. അപ്പൊ ഇടയില്ല കണ്ണ് കൊള്ളുന്നത് ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അള്ളാഹു സലാമത്താക്കട്ടെ. ഈ ചില ആള് കണ്ണ് കൊള്ളിക്കുന്നവരുണ്ടാകും. പക്ഷം കോടാനുകോടി കൊല്ലം കഴിഞ്ഞാലും നാളെ മഹ്ശറിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ദുനിയാവിൽ നിനക്കോ നിന്റെ മക്കൾക്കോ മാറാവ്യാധി രോഗങ്ങളായി, ബുദ്ധിമുട്ടുകളായി, അപകടങ്ങളായി, ആക്സിഡന്റുകളായി, ക്യാൻസറായി, അത് തിരിച്ചടിക്കാതിരിക്കില്ല. മദ്ലൂമായ മനുഷ്യന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹക്കടപാട് ബാക്കി വെച്ചിട്ടുള്ള ജീവിതം വേണ്ട. ഒരാളെയും നീ ബുദ്ധിമുട്ടിക്കണ്ട. പോലീസുകാരനായ മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ നിന്ന് മീൻ പിടിച്ചു പറ്റുന്നു. അപ്പോൾ ഹയാത്തുൽ ഹയവാനിൽ സംഭവമുണ്ട്. ഷോർട്ടാക്കി പറയാം, പിടിച്ചു പറ്റിയിട്ട് ആ മനുഷ്യൻ പറയുന്നു, ഞാനൊരു പാവപ്പെട്ടവനാണ്, ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ട് കിട്ടിയ മീനാ, എന്റെ കുടുംബത്തിന് വേണ്ടി ആഗ്രഹത്തോടെ കൊണ്ടുപോകുന്ന മീനാ. പോലീസുകാരൻ പറഞ്ഞു, പണം തരാൻ തരുവോ? ഇല്ല എന്ന് പറഞ്ഞു. പണത്തിനും കൊടുത്തില്ല, സദക്കയും കൊടുത്തില്ല. പോലീസുകാരൻ പിടിച്ചുപറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയി. അത് ആഹാരമാക്കി കറിയാക്കി കൂട്ടുമ്പോ കയ്യിന്റെ ഒരു വിരളിലേക്കാ മുള്ളുന്നുകൊണ്ട്. അങ്ങനെ അതാ കാലം കഴിഞ്ഞ് മുന്നോട്ട് പോയി. ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോ തറച്ച മുള്ള്, തറച്ച വിരൽ പഴുക്കുകയാണ്. അവസാനം വിരൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. പിന്നെ മുൻകൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. പിന്നെ മുട്ടുകൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. പിന്നെ കൈ മുഴുവനും മുറിച്ചു മാറ്റേണ്ടി വന്നു. എല്ലാം മുറിച്ചു മാറ്റിയപ്പോ അയൽവാസിയായ മനുഷ്യൻ ചോദിക്കുകയാണ്, ഇതെങ്ങനെ വന്നു?
ഇത്രയും പെട്ടെന്ന് കൈ അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. അപ്പോഴതാ ആ മനുഷ്യൻ പറഞ്ഞു മീനിന്റെ മുള്ളിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞു മീനിന്റെ മുള്ളു കൊണ്ട് ഇങ്ങനെ വരൂലല്ലോ, ഇങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ, ആ മീൻ എവിടെ നിന്ന് കിട്ടി? അപ്പോഴാ മനുഷ്യൻ പറയുന്നു, ഒരാള് വീട്ടിലേക്ക് മീൻ കൊണ്ടുപോകുമ്പോ ഞാനത് വിലക്ക് ചോദിച്ചു, അയാൾ തന്നില്ല, ഞാൻ പിടിച്ചു വലിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി. അതാരം കഴിക്കുമ്പോ കയ്യിലോട്ട് കൊണ്ടതാണ്, അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോഴാ മനുഷ്യൻ പറയുന്നു, മനുഷ്യ, ഓ സഹോദരാ, ആ മീൻ വാങ്ങിയവനിൽ നിന്ന് നീ പൊരുത്തപ്പെടിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ശരീരം മുഴുവനും കലങ്ങാം, നിന്റെ ശരീരം മുഴുവനും കലങ്ങിപ്പോകും. അതുകൊണ്ട് മാപ്പ് ചോദിക്കണേ. കടപ്പുറത്തിലൂടെ നടന്നിട്ട് ആ മനുഷ്യനെ കണ്ടെത്തിയിട്ട് കാൽ പിടിച്ച് മാപ്പ് ചോദിക്കുകയാ, എനിക്ക് മാപ്പ് തരുമോ, എനിക്ക് മാപ്പ് തരുമോ? അദ്ദേഹം ചോദിക്കാ, നിങ്ങളാരാ? അപ്പോൾ പറയാ, ഒരു മാസം മുമ്പ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മീൻ പിടിച്ചു വാങ്ങിയ പോലീസാ, ഇന്നെന്റെ കൈ നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾ മാപ്പ് തന്നില്ലെങ്കിൽ ഞാനങ്ങ് അലിഞ്ഞു പോകുന്നു. അദ്ദേഹം, അല്ലാഹു പുറത്തു തരട്ടെ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. പറയണ്ട താമസം കൈ ഉണങ്ങുകയാ. അദ്ദേഹം പോലീസ് പണി രാജിവെച്ചിട്ട് ആളുകളോട് നടന്നുകൊണ്ട് പറയാണ്, അലാമൻ റാനി, എന്നെ കാണുന്നവർ ഒന്ന് പഠിക്കണം, നിങ്ങൾ ആരെയും ആക്രമിക്കല്ല, അക്രമമായിട്ടൊന്നും ഉണ്ടാക്കല്ല, അക്രമമായി മറ്റുള്ളവന്റെ സ്വത്ത് വാങ്ങല്ല, അക്രമമായി മറ്റുള്ളവന്റെ പണം പിടിച്ചു വെക്കല്ല. അങ്ങനെ ചെയ്തോ എന്റെ കൈ നഷ്ടപ്പെട്ടത് കൊണ്ടോ ഒരൊറ്റ മീന് കൊണ്ട് എന്റെ കൈ പോയല്ലോ. മരണം വരെ പോലീസ് പണി രാജിവെച്ചിട്ട് നാട് നീളെ നടന്നുകൊണ്ട് ആളുകളോട് പറയുന്നു, എന്നെ കണ്ടവർ പഠിക്കണം, ഒരാളെയും ആക്രമിച്ച ഒരു സ്വത്തും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല. നിങ്ങളെ ആളുകൾക്ക് ഉപകാരം ചെയ്യുക, ജനങ്ങൾക്ക് നന്മയുണ്ടാകാൻ കൊതിക്കുക, ആളുകൾക്ക് സന്തോഷമുണ്ടാക്കാൻ കൊതിക്കുക, അല്ലേ? രോഗിയായ മനുഷ്യനെ കാണുമ്പോ സാരല്ല, ഇതല്ല വലിയ വിഷയമല്ല, ഷുഗർ എത്ര 300 വിഷയമല്ല, ഈ രൂപത്തിലായി നമ്മൾ അവരെ സന്തോഷിപ്പിക്കുക. ആളുകളെ സന്തോഷിപ്പിച്ചാൽ നമ്മളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സന്തോഷിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ അങ്ങനെ ചിന്തിക്കുക. അതുകൊണ്ടല്ലേ അൽ കലിമത്തു തയ്യിബത്തു സദഖ, നല്ല സംസാരം സദഖയാണെന്ന്, അല്ലേ? അത്തബസ്സുമു സദഖ, ആളുകളെ നോക്കി പുഞ്ചിരിക്കൽ സദഖയാണ്. ആളുകളെ നോക്കിയിട്ട് പുഞ്ചിരിക്കണം. ജനങ്ങൾ നമ്മളെപ്പോഴും ഇങ്ങനെ 110 ആവാൻ പാടില്ല. ആളുകളെ നോക്കിയിട്ട് ചിരിക്കണം. പൊട്ടിച്ചിരിക്കേണ്ട ആവശ്യമില്ല, കളിയാക്കി ചിരിക്കലുമല്ല. ചിരി പല ചിരിയുണ്ട്, അല്ലേ? സൈക്കിളിൽ നിന്ന് വീണപ്പോഴുള്ള ചിരി, ജാർട്ട് വീണപ്പോഴുള്ള ചിരി, പലതും ഇല്ലേ? സെൽഫി എടുക്കുമ്പോ ഒരു ചിരിയുണ്ട്, അല്ലേ? എത്ര പ്രാവശ്യം സെൽഫി എടുക്കും, അല്ലേ? അപ്പൊ അത് ആ ചിരിയല്ല. പിന്നെണ്ടൊരു ചിരി, ക്യാമറക്കാരൻ എതിരിലേക്ക് വരണം, അല്ല പിടിച്ചോണ്ട് അപ്പൊ ചിരി പാസ്സാക്കും. അതെന്തിന്? ക്യാമറക്കാരനെ നോക്കി ചിരിക്കുന്നല്ല. പിന്നെ എന്റെ ഫോട്ടോ വരുമ്പോ മംഗളത്തിന്റെ അടുത്ത് ചില അങ്ങനെ ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കലുണ്ടല്ല ആൾക്കാർക്കല്ലോ. ഇപ്പൊ ഫോട്ടോ എടുത്തന്നെ ഇപ്പൊ കാണുമ്പോ ഒരു കോസിയുണ്ട്, ഒരു 2 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോ ഞമ്മക്ക് തന്നെ ബേജാറ്, ഞാൻ പണ്ട് ഇങ്ങനെ ഉണ്ടായതാപ്പാന്ന്. അന്നീനെ ലൈക്ക് അടിക്കാത്തതിന് ഗലാട്ടാക്കിനി, ഇത്ര നല്ല ഫോട്ടോ എടുത്ത് ലൈക്ക് അങ്ങ് ഇട്ടിട്ടില്ലല്ലേ? അല്ലെ? പെണ്ണുങ്ങൾക്ക് ഞാനും ഫോട്ടോ ഇട്ടിട്ട് പെണ്ണുങ്ങളായ സഹോദരങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ല, അങ്ങനെ പിന്നെ ഒരു ഫരക്ക് സംബന്ധം തന്നെ കട്ടു പോന്നേയില്ല. ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ടില്ല, ലൈക്ക് അടിക്കാത്തതിനുള്ള ഗലാട്ടാന്ന വിഷയം. അങ്ങനത്തെ അല്ല കാലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈർ നൽകട്ടെ. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു, ഗലാട്ടല്ല ആട്ട് പിടിച്ചപ്പോ ചൊല്ലി ഓക്ക് എന്നോട് ഭയങ്കരമായ ചൊടിന്നല്ലേ ലാസ്റ്റ്. അപ്പൊ ചൊടി എങ്ങനെ മനസ്സിലാക്കി? ഓള് പറഞ്ഞില്ല, എനിക്കൊരു ചൊടിയോ ഓരോടില്ല, ഇല്ല ഞങ്ങളെ അങ്ങോട്ട് ഭയങ്കര ചൊടിയുണ്ട്, ഞങ്ങളെ കണ്ടങ്ങാന്നില്ല. എങ്ങനെ അന്വേഷിച്ചുകൊണ്ട് പോകുമ്പോൾ പറയുന്നു, ഞാൻ ഇത്ര കാലായി എന്റെ ഫോട്ടോ ഇട്ടിട്ട് ഒരൊറ്റ ഫോട്ടോക്കൂർ ലൈക്ക് അടിച്ചിട്ടില്ല. ആര് ചൊടി എന്നുള്ളതിലേക്കുള്ള ഒരു അടയാള ലൈക്ക് അടിക്കാത്തത്. ഇങ്ങനെയുള്ള കാലമാണ്, ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് തമ്മിലടിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ആളുകളോട് ഉപകാരം ചെയ്യുക, ആളുകളോട് നന്മ ചെയ്യുക, ആളുകൾക്ക് നന്മയുണ്ടാക്കി കൊടുക്കുക ജീവിതത്തിലുടനീളം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. പിന്നെയോ റബ്ബ് തആല ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലാഹു യുഹിബ്ബുൽ മുത്തതഹിരീൻ,
ബഖറ സൂറത്തിൽ 222-ാമത്തെ ആയത്തിൽ റബ്ബ് തആല പറയുന്നു, കൽബും ശരീരവും ശുദ്ധി ഉണ്ടാകണം, നല്ല വൃത്തി. തടിയും വൃത്തി ഉണ്ടാകണം, കൽബും വൃത്തി ഉണ്ടാകണം, നല്ല ഡ്രസ്സ് ധരിക്കുക. വെള്ളിയാഴ്ചയെങ്കിലും ആണുങ്ങള് ഒരു വെളുത്ത തൊപ്പി, വെളുത്ത കുപ്പായം, വെളുത്തമുണ്ട് ഹബീബ് തങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രമല്ലേ. പെണ്ണുങ്ങളും നിസ്കാര കുപ്പായം കഴിവിന്റെ പരമാവധി വെളുത്ത തന്നെ ആക്കുക. ഇപ്പൊ നൈറ്റി പോലെ കളർ പൂവിന്റെതെല്ലാം വന്നിനി, ഗൾഫിൽ നിന്നെല്ലാം വരുന്നു. ആണെങ്കിലും എപ്പോഴെങ്കിലും ഇടണ്ടെന്നൊന്നും അല്ല, ആ വെളുപ്പിന്റെ ഒരു സന്തോഷം. കളർ തെറാപ്പി ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. മാനസിക രോഗികളെ ചികിത്സിക്കുന്നത് വെളുത്ത കളറിലൂടെയാണ്. അതുകൊണ്ട് വെള്ള വസ്ത്രം ഖൈറാൻ അല്ലേ, അത് നിങ്ങൾ ധരിക്കണം. മുഖഫിനു ഫിഹാ മൗതാക്കും, മരിച്ചവരെ കഫൻ ചെയ്യാനും അതാണ്. അതുകൊണ്ട് വെള്ള വസ്ത്രം ആദത്താക്കുക, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. ഞെരിയാണിക്ക് മുകളിൽ പാന്റ് ധരിക്കുക, ഞെരിയാണിക്ക് മുകളിൽ തുണി ഉടുക്കുക. പൊക്കിള് മറക്കുന്ന രൂപത്തിലുള്ള പാന്റ് ധരിക്കുക, നൈറ്റ് പാന്റോ അല്ലെങ്കിലോ. നിസ്കാരത്തിനും റമളാനിനും അല്ലാത്തപ്പോഴൊക്കെ ഖത്തീബ് ഉസ്താദിനോട് ചോദിച്ചിട്ട്, ഉസ്താദേ ഈ പാന്റ് ധരിച്ചാൽ എന്റെ ഔറത്ത് മറയോ, ഈ ഔറത്ത് മറഞ്ഞാൽ എന്റെ നിസ്കാരം ഇങ്ങനെ സ്വഹിയാവോ? ഉമ്മ നല്ല ലൂസായ വസ്ത്രങ്ങൾ അണിയാബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ വലിബാസു തഖ്വാ ദാലിക ഖൈർ. നല്ല വസ്ത്രമണി, നല്ല ലൂസായ വസ്ത്രം. ആണുങ്ങളും ശ്രദ്ധിക്കുക, പെണ്ണുങ്ങളും ശ്രദ്ധിക്കുക. ഡ്രസ്സെല്ലാം ഇടുമ്പോൾ കുറച്ച് ലൂസായ വസ്ത്രം ഇടൽ നല്ലതാണ്, ഖബർ വിശാലാകുന്നാണ്. ടൈറ്റ് വിറ്റ് വസ്ത്രങ്ങൾ മനസ്സ് കൂടുസാകുന്നാണ്. ആണുങ്ങൾ പാന്റ് ആണെങ്കിലും ജുബ്ബാണെങ്കിലും പെണ്ണുങ്ങളെ പർദ്ദയാണെങ്കിലും ഒക്കെ എങ്ങനെ ആക്കുക, ലൂസായി ധരിക്കുക. ലൂസ് അല്ലെങ്കിൽ ഇനി നാളെ ആരെ ലൂസ് ഉള്ളത്, ഉസ്താദിന്റെ വിഷയം കേട്ടിട്ട് പാന്റ് ചാർട്ട് വീണുണ്ടെന്ന് മംഗളത്തിനെല്ലാം പോകുമ്പോൾ ടൈറ്റ് കെട്ടിക്കോളി. വേണ്ടി എത്ര മാത്രം ചോറയ്ക്കാൻ നമ്മ ബെൽറ്റെല്ലാം വെച്ച് ലൂസാക്കിട്ട് അന്തജീ വെച്ചോണ്ടെങ്കായി. പിന്നെ അര ലൂസ് നല്ലതല്ലേ അത്? വസ്ത്രം മുഴുവനും ശരീരത്തിന്റെ വണ്ണ വലുപ്പം, കയ്യിന്റെ കാലിന്റെ അല്ലേ. ജീൻസ് പാന്റ് ഇടണ്ടാറിയ പെണ്ണുള്ളതേക്കുന്ന, അപ്പൊ ജീൻസ് പാന്റ് ആണുങ്ങൾക്ക് മാത്രമുള്ള ഞങ്ങൾക്ക് ഇട്ടങ്ങ എന്തേന്ന് ഞാൻ ശരി ഈ മാതിരി പെണ്ണുങ്ങ ഇട്ടെന്ന് കണ്ടെങ്കിൽ ആണുങ്ങ ജീൻസ് പാന്റ് ബൈക്കോട്ട് അളക്കുന്ന ഏർപ്പാടിലുണ്ട്. കാരണം ആ മാതിരി സകല ജീൻസ് ഓറിനിട്ടവന് ആണുങ്ങൾക്ക് വിലയുണ്ട് അല്ലേ. ആണും പെണ്ണും ഒരുപോലെ ഒരിക്കലും അല്ല. ബ്രെയിനിൽ തന്നെ സെല്ലുകളിൽ തന്നെ 4000 സെല്ലുകൾ ഏറെക്കുറവുണ്ട് ആണിനും പെണ്ണിനുമായിട്ട്. അതിന്റെ അർത്ഥം ആയിഷ ബീവിനെ കാട്ടി ഞമ്മക്ക് ബുദ്ധിയുണ്ട് എന്നൊന്നും അല്ല പറഞ്ഞതിന്റെ അർത്ഥം. ആണും പെണ്ണും ഒരുപോലെ. ആണിന് അല്ലാഹു കൊടുത്ത സ്ഥാനമാനമുണ്ട്, പെണ്ണിന് അല്ലാഹു കൊടുത്ത ബഹുമാനമുണ്ട്, ഇല്ല എന്നൊന്നുമല്ല. പിന്നെ ഇന്നങ്ങനെ വസ്ത്രങ്ങൾ നല്ല വസ്ത്രങ്ങളാകുക, കുഞ്ഞുമക്കൾക്ക് വാങ്ങുന്ന വസ്ത്രങ്ങളും നല്ലതാക്കുക, ശരീരം വെടിപ്പോടെ സൂക്ഷിക്കുക. വെടിപ്പ് എന്ന് പറഞ്ഞാൽ താടി മീശൊക്കെ എല്ലാം എടുക്കല് എന്നല്ല, വെടിപ്പ് വൃത്തി എന്നെല്ലാം പറഞ്ഞെങ്കിൽ അതെല്ലാം ആവശ്യത്തിന് വെക്കുകയും മുടി ആവശ്യത്തിന് എടുക്കുകയും എടുക്കുമ്പോ മര്യാദക്ക് എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ്. ഉമ്മമാരെ ഉള്ള മുടിയെ സ്ട്രൈറ്റിങ്ങും മറ്റുമൊക്കെ ആക്കി ആ മുടിയിനൊക്കെ നാശമാക്കി എത്ര 30, 35, 40 വയസ്സുള്ള പെങ്ങന്മാർ പലരും ഇന്ന് ക്യാൻസറിന് ട്രീറ്റ്മെന്റിലൂടെ തലയിൽ മുടിയില്ല, പുരികത്തിൽ മുടിയില്ല, എവിടെയും മുടിയില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയവർ. ഉമ്മാ റബ്ബ് തആല നിനക്ക് തന്ന സൗന്ദര്യമാർന്ന മുടികൾ, ആ മുടികളെ ആളുകളെ കാണിക്കാൻ പരത്തിയിടാൻ 1000 2, 5, 10 ഒക്കെ കൊടുത്തിട്ട് ഇതിനെ പൂജിച്ചു നടക്കുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. നാളെ ആരുടെ മണ്ണാകുന്ന ഖബറിൽ കൊണ്ടുപോയി വെക്കേണ്ടതാണ്. മുടിയിൽ കെട്ടിയിട്ട് ഒരു വിഭാഗം പെണ്ണുങ്ങളെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അതിനകത്ത് ആണുങ്ങൾക്ക് മുടി കാണിക്കുമ്പോ ഞങ്ങൾക്ക് എന്തേന്ന് അങ്ങനെ കേട്ടോണ്ട് പോലൊന്നുമില്ല. നമ്മൾ ഈ ഭാഗത്തൊന്നുമല്ല, പലയിടത്തൊക്കെ സമത്വവാദികൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതുമാകട്ടെ ഓരോന്നും തടിയും നല്ല വൃത്തിയോടെ. ഒരു മനുഷ്യന്റെ വൃത്തി അറിയണമെങ്കിൽ അവന്റെ ചെരുപ്പ് വൃത്തി ഉണ്ടെങ്കിൽ ഓ നല്ല വൃത്തി എന്നാണ്. ഇപ്പൊ നോക്കി എങ്ങനെയാന്ന്. പിന്നെ ഇപ്പൊ ബഗ്ഗിങ് അറിയുന്നത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളെ ചെരുപ്പ് എങ്ങനെ ഉണ്ടോ. ഒരു 4-5 ആള് ബഗ്ഗിയുമല്ല ഒക്കെ ഉണ്ടോ. പെരല് പോയിട്ട് നോക്കി നിങ്ങളെ ചെരുപ്പ് എങ്ങനെ ഉണ്ടോ. ചെരുപ്പ് വൃത്തി ഉണ്ടാകണം. ഒരു പെണ്ണിന്റെ വൃത്തി അറിയണമെങ്കിൽ പെണ്ണിന്റെ കിച്ചൺ, ടോയ്ലറ്റ്, ബാത്റൂം വൃത്തി ഉണ്ടെങ്കിൽ പെണ്ണ് വൃത്തി ഉണ്ട് എന്നർത്ഥം. പെണ്ണ് വൃത്തി ഉണ്ടെങ്കിൽ അല്ലെ എടുക്കല്ല പോയിട്ട് പോകുന്ന സമയത്ത് പെണ്ണിന്റെ മുഖവും ലിപ്സ്റ്റിക്കും ബാഗും നോക്കിയിട്ട് പെണ്ണ് സോക്കുണ്ടോ, ചന്തമുണ്ടോ, ക്ലീൻ ഉണ്ടോ എന്ന് ചെല്ലാൻ കഴിയാല. പെണ്ണിന്റെ വൃത്തി അറിയണമെങ്കിൽ
അവളുടെ വീട്ടിന്റെ കിച്ചൺ നോക്കണം അല്ലേ? പെണ്ണുങ്ങ ചെല്ലും ഇപ്പൊ കയറ്റ് എടുക്കാട്ട് കിഞ്ഞത്ര അപ്പൊ നിങ്ങ വന്നേന്ന്. അത് ആര് വന്നെങ്കോ അങ്ങനെയല്ല. ഏത് ഈടുത്ത പെണ്ണുങ്ങൾ എങ്ങനെയെന്ന് അറിയാലോ? നല്ല പെണ്ണുങ്ങളായിട്ടുണ്ട്, അള്ളാഹു ബർക്കത്താക്കട്ടെ. ഇനി പെണ്ണുങ്ങളെ പറയുന്നുണ്ട്, പെണ്ണുങ്ങളെ ഭാര്യ കഷ്ടത്തിലും ബുദ്ധിമുട്ടിലും നമ്മളോട് കൂടെ സഹിച്ചിട്ട് നിൽക്കുന്നത് അള്ളാഹു അവർക്ക് റഹ്മത്തും ബർക്കത്തും ചെയ്യട്ടെ. എങ്ങനെ എന്ത് വേണം? സ്ത്രീകളുടെ കിച്ചനും ഇനിയിപ്പോ എവിടെയെങ്കിലും വയലിനെ പോയാൽ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന ബിർന്നറ ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകണമല്ലോ, അപ്പൊ പെണ്ണുങ്ങ ഒരു മിനിറ്റ് ഇപ്പൊ വിളിക്കണ്ടാന്ന് ഈനല്ല പോയിട്ട് ആടുന്ന് ഒരു കെട്ട് മാറാപ്പൂ അല്ല ഒരു പിക്കപ്പ് ഉണ്ടാന്ന് ഡ്രസ്സും മദ്ദും ഇതും എല്ലാം ഈനല്ല വലിച്ചോണ്ട് വന്നിട്ട് ഉള്ള ഫിനായിലും എന്തെല്ലാം ഉണ്ട് എല്ലാം ഒഴിച്ചിട്ട് കക്കൂസിലേക്ക് പോയി ദമ്മ് കെട്ടിട്ട് മരിക്കുവാടെ. ആ മാതിരി വയ്ക്കുന്ന സ്മെല്ല് വരണ്ടാന്ന്. അങ്ങനെയല്ല, എപ്പോഴും വീട് വൃത്തിയാക്കുമ്പോ ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, വൃത്തി എപ്പോഴും ഉണ്ടാകണം. പിന്നെ ഇടക്കിടക്കല്ല ആണുങ്ങൾ കുറച്ചല്ല കൂടണോ പുര വൃത്തിയാക്കാനല്ലോ. ആണുങ്ങൾ എഞ്ചിനീയറെ പോലെ ഇതാക്കും ചെന്നല്ല, ചെല്ലുമ്പോണോ ഇടക്കിടക്ക് എന്താക്കണോ പോയിട്ട് കൂടിയും വേണോ. പെണ്ണുങ്ങളൊക്കെ കുറച്ചല്ല കൂടിയിട്ട് ഉപദ്രാക്കാനും കാല പോയിട്ട് ചില ആളങ്ങനെ ടൊമാറ്റോ മുറിക്കെട്ടാന്ന് ഓ മുറിച്ചെങ്കിൽ പിന്നെ അതിനെ ശരിയാക്കണം. അവർക്ക് കാമണിക്കൂറി ആരെ വേണം. പെണ്ണുങ്ങൾ ചെല്ലും നിങ്ങളുടെ മുണ്ടത് ഇരുന്നങ്ങ് മതി. ഏത് ഉപകാരാക്കില്ല അങ്ങ് ഉപദ്രാക്കണ്ടെന്നില്ല. അപ്പൊ അങ്ങനത്തെ ഉപകാരം ചില അങ്ങനത്തെ ഉപകാരമാക്കുന്നത് ബഹുമാനിച്ചിട്ട് ചില പരിപാടിക്കല്ല പോയെങ്കിൽ ഉസ്താദ് തങ്ങ നിങ്ങൂടെ ഇരിക്കി നിങ്ങൾക്ക് കൂടെ ഒക്കെ കൊണ്ടുവരുന്നേന്ന് നാട്ടുകാർ വെച്ചിട്ട് തേക്കിട്ടോണ്ട് പോയോണ്ടുണ്ട് ഞങ്ങൾ ഹാത്തോടെ ബാക്കി കുറിസിലിരുന്നിട്ട് ബഹുമാനിച്ചിട്ട് കൊണ്ടിട്ട് ഉള്ളിലിരുത്തുന്നത് നിങ്ങൾ ഇരിക്കുക അവിടെ. പിന്നെ കൊടുത്തിട്ട് ടീ പോയിന്റെ മീത്ത കച്ചമ്പർ ഉണ്ടെങ്കിൽ പീസില്ല, പീസ് ഉണ്ടെങ്കിൽ ചാറില്ല, ചാറുണ്ടെങ്കിൽ ചോറില്ല. ഈ ടീ പോയിൽ ആണ്ടല്ലോ ഞാനെന്തെങ്കിലും ബഹുമാനിക്കുന്നത് വേണ്ട, ഞങ്ങൾ പന്തല് പറ്റിയിരുന്നോളെ എന്തെങ്കിലും തരുന്നെങ്കിൽ ആർക്ക് തന്നെങ്കായി. അങ്ങനെ അങ്ങനത്തെ ചില ബഹുമാനം തങ്ങളുടെ അടുത്ത് ചെല്ലാലെ ബഹുമാനിച്ചിട്ട് തങ്ങളാട്ടി മീത്ത പോവാൻ നമുക്ക് എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതിനോണ്ട് പൊണ്ടം തരണമെന്നുണ്ട്. തങ്ങ കേറിയിട്ട് പറിക്കി വരുമ്പോ എനക്കും ഒന്ന് പറിച്ചോളി. തങ്ങളെ നിപ്പിച്ചിട്ട് തങ്ങളെ കയറി തങ്ങളാട്ടി മീത്താന്നില്ലേ, അത് ഞങ്ങക്ക് മനസ്സില്ല. തങ്ങെന്തായിക്കോളെ തങ്ങനെ പൊണ്ട പറിക്കി വരുമ്പോ എനക്കും ഒന്ന് പറിച്ചോണ്ട് വരുമ്പോ. അപ്പൊ അങ്ങനത്തെ ചില ബഹുമാനെല്ലാം ഉണ്ട് ചില ആൾക്കാരെ. നാട്ടുപോട്ട് ബഹുമാനിച്ചിട്ട് കൊണ്ടിട്ട് കൊണ്ടിലേക്ക് ഇടുന്നത് അല്ലേ? ശമ്പള കൂട്ടുന്ന ഉസ്താദന്മാരെ വിഷയം വരുമ്പോ അല്ലേ നിങ്ങക്ക് വർക്കത്തില്ല ഉസ്താദ്, നിങ്ങക്ക് വർക്കത്തില്ലേന്ന് അപ്പൊ കൊടുക്കണോ എന്നിന്റെ 100 രൂപ എടുത്തിട്ട് അല്ലേ? അപ്പൊ അങ്ങനെ ചില ബഹുമാനിച്ചിട്ട് ചില ആളുകളെ തോപ്പിച്ചു കളയൽ ചില സംസ്കാരങ്ങളുണ്ട്. അങ്ങനെയൊന്നുമല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. നല്ല വൃത്തിയുണ്ടാകണം. കക്കൂസ് പള്ളിയുടെ ബാത്റൂം ടോയ്ലറ്റുകളാണെങ്കിലും ശരി, വീട്ടിന്റെ ബാത്റൂമുകളാണെങ്കിലും ശരി, നല്ല വൃത്തിക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ്. പുര മാത്രം വൃത്തി ഉണ്ടാകാൻ പാടില്ല. യഹൂദികൾ വീടിന്റെ മുറ്റം വൃത്തിയാക്കാത്തവരാണ്. യഹൂദികളെ വീട് വൃത്തിയുണ്ടെങ്കിലും വീടിന്റെ ചുറ്റും വൃത്തി ഉണ്ടാവൂല. നിങ്ങൾ യഹൂദികൾക്ക് മാറുകാട്ടണേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീടിന്റെ പരിസരങ്ങളെല്ലാം വൃത്തിയുണ്ടാകണം അല്ലെ? പുരയൊക്കെ നമ്മൾ അടിച്ചു വാരണം, തോർത്തണം. തോർത്തിയില്ല അങ്ങുവും പെണ്ണുങ്ങ കോള് പിടിച്ച് തോർത്തുമ്പോ പാസ്സാവാങ്ങല്ലോ അപ്പളെ തച്ചിട്ട് കൊല്ലു പെണ്ണുങ്ങൾക്ക് ഏറ്റവും ദേഷ്യം വരുന്ന സമയം ആ തോർത്തിക്കൊണ്ട് കോളിലെടുത്തോണ്ട് പോകുന്നില്ലേ, അപ്പൊ ഈ ആണുങ്ങൾക്ക് ജോർ അർജന്റ് പിള്ളേർക്കും അപ്പറ പോയിട്ട് ഇപ്പറ വരാൻ പക. നമ്മൾ അങ്ങനെയല്ലേ? ചെറിയ വിഷയത്തിന് വേണ്ടി പക മനസ്സിൽ കൊണ്ടു നടക്കുക. ഈ ഇടക്കൊരു മലയാളി ആ ഒരു സഹോദരന്റെ ഇന്റർവ്യൂ ഇങ്ങനെ നോക്കുമ്പോ കണ്ടു. ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള അതിന്റെ ഒക്കെ ഒരു മുതലാളി എത്ര കോടികൾ സക്കാത്ത് കൊടുത്തു എന്നെല്ലാം പറഞ്ഞ ഒരു കേരളത്തിലൊരു മനുഷ്യൻ. അയാൾ പറയുന്ന ഒരു അനുഭവം ഉണ്ട്. ചെറുപ്പകാലത്ത് മരക്കേങ്ങ് പൂളക്കേങ്ങ്, ഈ പൂളക്കേങ്ങിന് വേണ്ടി പോയപ്പോ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ തിരിച്ചയച്ച മനുഷ്യനോട് പോലും ഒരു തവണ പോലും ഞാൻ ആ സംഭവം പറയുകയോ അദ്ദേഹത്തെ ആക്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സ്നേഹത്തോടെ അദ്ദേഹവുമായി സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മളെ ചെറുപ്പകാലത്ത് നമുക്ക് അക്രമം ചെയ്തവർ, അനീതി ചെയ്തവർ, നമ്മെ ആക്രമിച്ചവർ എല്ലാവരോടും എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യുക. കൽബിൽ പക കൊണ്ട് നടക്കാതിരിക്കുക. ആരോടും വിദ്വേഷം വേണ്ട. കല്യാണം മുടക്കിയവർ, നമുക്ക് പാരവെച്ചവർ, നമുക്ക് ഇടങ്ങേറാക്കിയവർ, നമ്മെ ബുദ്ധിമുട്ടിച്ചവർ, നമ്മെ കളിയാക്കിയവർ എല്ലാവരോടും മാപ്പ്, എല്ലാവർക്കും മാപ്പ്. അങ്ങനെ ചെയ്ത അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മാപ്പ് തരുന്നു അല്ലേ? ഇത് ആരെങ്കിലും ചെല്ലുന്ന നിങ്ങൾക്ക് അപ്പുറത്തെ പേർക്കാർ ചെറിയ ഉപദ്രാക്കിനി, പിന്നെ ഓന്റെ ആസ എത്ര ചെലവാങ്ങുവോ ഓനെ കടത്തിട്ടേ ഉള്ള മാട്ട മന്ത്ര അപ്പ ദീന് തക്കുവ എന്തില്ല എങ്ങനെയാങ്ങുവോ. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു
ഓ നോക്കി ഒരു മാസത്തിന്റെ ഉള്ളിൽ എന്റെ എതിർ ലഭിന്നോന്ന് ചെല്ലിയ പോലെ തന്നെ ഒരു വെള്ളിയാഴ്ച ചെല്ല്, 4ാമത്തെ വെള്ളിയാഴ്ച ഓന്റെ എതിർ ലഭിണി മനസ്സൻ ഓൻ ചെല്ലി. ഞാൻ ചെല്ലിട്ടില്ലേ ചെല്ലുന്നതിനെ പോയിട്ട് കൊടുത്തിട്ട് തേങ്ങ മാങ്ങല് എറിഞ്ഞിട്ട് പൊഴിച്ചിട്ട് ഇന്നലെ കൊടുത്തിട്ട് വന്നിന് ജപിച്ചിട്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു. ചെറിയ ചെറിയ വിഷയം പറഞ്ഞ് നമ്മൾ ഇത്രയും വേണ്ടാത്തരങ്ങളും തിന്മകളും ചെയ്യാൻ പാടില്ല. എന്നാര് സിഹിർ വെച്ചാലും മാട്ടം വെച്ചാലും ചതി വെച്ചാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കണക്കാക്കിയതല്ലാതെ, അവൻ ഖദറാക്കിയതല്ലാതെ ഇവിടെ ഒന്നും വരാൻ പോകുന്നില്ല. ലബിജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസ്, എല്ലാ ജിമ്മക്കളും മനുഷ്യരും ശൈത്താനും മന്ത്രവാദിയും എല്ലാരും ഒരുമിച്ച് കൂടിയാലും ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ റബ്ബ് ഖദറാക്കിയതല്ലാതെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ്. അതുകൊണ്ട് ഒരാളെയും നീ ഉപദ്രവിച്ചു പോകണ്ട, ഒരാളെയും ബുദ്ധിമുട്ടിച്ചു പോകണ്ട, ഒരാൾക്കും നീ തിന്മ ചെയ്തു പോകണ്ട. നല്ല വൃത്തിയോടെ കൽബും ശുദ്ധമാക്കണം, വീടും ശുദ്ധമാക്കണം, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, വൃത്തിയോടെ ജീവിക്കുന്നവരാകണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ആൽ ഇംറാൻ 159-ാമത്തെ ആയത്തിൽ റബ്ബ് തആല പറയുന്നുണ്ട്, അല്ലാഹുവിൽ തവക്കുലാക്കുന്നവരെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുക. തവക്കൽതു അലല്ലാഹ്. എപ്പോ ഞമ്മെല്ലാരും ചേർന്ന് തവക്കൽതു അലല്ലാഹ്. എപ്പോ ലാസ്റ്റ് എന്തു ആന്നില്ലെങ്കിൽ ഡോക്ടർ ചൊല്ലി ഇതിനെന്തു നിർവാഹമില്ല, നോക്കാം തവക്കൽതു അലല്ലാഹ്. എപ്പോ ഡോക്ടർ കൈവിട്ടതിന് പിന്നെയല്ല, തുടക്കത്തിലെ തവക്കൽതു അലല്ലാഹ്. എന്ത് വേണമെങ്കിലും ആകട്ടെ, തവക്കൽ ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഒന്ന് ഏൽപ്പിച്ചു നോക്ക്. നിന്റെ മക്കളെ, നിന്റെ കുടുംബത്തെ, നിന്റെ വീട്, നിന്റെ കച്ചവടം അത് ഏറ്റെടുക്കാൻ അല്ലാഹു ഉണ്ട്, അല്ലാഹുവിന്റെ മലക്കുകളുണ്ട്. ഇനി തവക്കൽതു അലല്ലാഹ് പണിക്കുവാതിരുന്നെങ്കിൽ ഇനി നാളെ പെണ്ണുങ്ങ ചെല്ലും. ഇല്ലെങ്കിൽ അയാള് ഉദാസീനത്തിന്റെ മുദ്ദ. ഇപ്പൊ ഉസ്താദും ചൊല്ലി തവക്കൽതു അലല്ലാഹ് അല്ലെങ്കിൽ എല്ലാം മതിയാന്ന്. അങ്ങനെ മതിയാന്നില്ല. തവക്കൽതു അലല്ലാഹ് പണിക്ക് പോണോന്നില്ലേ, പണിക്ക് പോണ്ടല്ല. ജാറിട്ട് വീണിട്ട് കൈകാല് പൊളിന്നല്ല തൊട്ട് സലാമത്താവും. പണിക്ക് പോണ്ടാന്നിട്ട് തവക്കൽതു അലല്ലാഹ് അല്ല. ചില ആൾ അങ്ങനെയുണ്ട്, ചില ഡോങ്കിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നോക്കാം ഇൻഷാ അല്ലാഹ് നോക്കാം, കൊടുക്കുന്നില്ല ഇൻഷാ അല്ലാഹ് എന്നല്ലാതെ കൊടുക്കുന്നില്ല. ഒരു അമുസ്ലിമായ സഹോദരൻ ചൊല്ലിയാല ഇത് കൊർജി ഉണ്ടല്ലോ, അവ പണം അടിച്ചിന്ന്. ഏത് പണം അടിച്ചിന്ന്? ഇൻഷാ അല്ലാഹ് പണം അടിച്ചിന്ന്. അവനോട് കേട്ടല്ലേ എന്തേന്ന് അവ പണ്ടിട്ട കേരള ഉറപ്പ് ചേരുന്നു. നിരിച്ചിന് ഇത് തരാത്തവർ ചെല്ലുന്നതാണ് ഇൻഷാ അല്ലാഹ് നിരിച്ചിനോ. ആര് ഇങ്ങനത്തെ അവസ്ഥകളാകരുത്. അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ട് കളവ് പറയരുത്. അള്ളാഹുവിന്റെ ദിക്റുകൾ ധാരാളം ഉരിയാടണം. ദിക്റുകളും സലാത്തുകളും ധാരാളം ചൊല്ലുമ്പോൾ ഖൽബ് ശുദ്ധമാവുകയാണ്. ധാരാളം ഖുർആൻ ഓതണം. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം, എല്ലാവരെയും ആദരിക്കാൻ കഴിയണം, എല്ലാവരെയും ബഹുമാനിക്കാൻ കഴിയണം. റബ്ബിന് ധാരാളം നന്ദി ചെയ്യണം. അള്ളാഹ്ക്ക് നന്ദി ചെയ്യാം. നമ്മൾ നന്ദി ചെയ്താൽ അള്ളാഹു ബറക്കത്തും റഹ്മത്തും ഏറ്റി തരും. ആരോ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഈ ഇടക്ക് പറഞ്ഞു, ലഇൻ ശകർത്തും ലഅസീദന്നക്കും. കാണുന്ന നേരത്തെ എഴുതി വെക്കണമെന്ന് പറഞ്ഞു. ഇന്ന് താറന്മാർ ബൈക്കിന്റെ മീത്തയും കാറിന്റെ മീത്തയും പൊടി കൊള്ളുന്ന നേരത്തും ആടെ ഈട് എല്ലാ ലഇൻ ശകർത്തും ലഅസീദന്നക്കും. കേരളത്ത് പോയെങ്കിൽ മംഗലാരത്ത് വന്നെങ്കിലും ഏടെ നോക്കുമ്പോൾ ഇത് കാണുന്നു. ഇത് വലിയ മുസീബത്താണ് അല്ലേ? പരിശുദ്ധ ഉസ്താദൊക്കെ ഉണ്ട്, ചോദിച്ചോളി. പരിശുദ്ധ ഖുർആനാണ്, അതിന് അപമര്യാദയായി പെരുമാറാൻ പാടില്ല. ഈ എഴുതിയ എഴുത്ത് ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല. അതിൽ കാട്ടങ്ങളും അതില് ധൂളുകളും അതിൽ വേണ്ടാത്തരങ്ങളും മറ്റു പലതിനും ബഹുമാനം കുറവാനത് കാരണമാകുന്നു. ഈ കാറിന്റെ ബാക്കിലല്ല എഴുതി വെക്കേണ്ടത്. എഴുതി വെച്ചിട്ട് വലിയ അങ്ങനെയൊക്കെ എഴുതി വെച്ചത് കൊണ്ട് ഒരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല. വീട്ടിന്റെ വൃത്തിയുള്ള ഇടത്ത് നീ നോക്കുന്നിടത്തൊക്കെ എഴുതി വെച്ചോ, വേണ്ടാന്നൊന്നും പറയുന്നില്ല. ഖുർആനാണ്, ബറക്കത്ത് കിട്ടും. പിന്നെ അവിടെയും ഇവിടെയും കണ്ടെടുത്തും കേട്ടിടത്തൊക്കെ എഴുതി വെച്ച അത് ഗുണത്തെക്കാട്ടിയും ഗുണക്കേടായിരിക്കും അതുകൊണ്ട് കിട്ടാൻ പോകുന്നത്. ഏതുമാകട്ടെ, ഖുർആൻ ഓതണം, ഖുർആൻ പഠിക്കണം, ഖുർആൻ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകണം. യാസീൻ ഓതണം, അർ-റഹ്മാൻ ഓതണം. ജീവിതത്തിന്റെ കാവലാണ്. ജിന്നു സൂറത്ത് ഓതണം, മുസമ്മിൽ ഓതണം. കണ്ണേറുകൾക്കൊക്കെയുള്ള പരിഹാരമാണ്. എല്ലാ ഉപദ്രവങ്ങളെ തൊട്ട് പരിഹാരമാണ്. മുൽക്ക് സൂറത്ത് ഓതണം, റഹ്മാൻ ഓതണം, വാഖിയ ഓതണം, ഖുർആൻ ധാരാളം ഓതണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം സദഖ ചെയ്യണം, കഴിവിന്റെ പരമാവധി സദഖ ചെയ്യണം നല്ലോണം. ഒരു 5 മിനിറ്റും കൂടി ഇൻഷാ അല്ലാഹ്. 40 തങ്ങളോട് ഞാൻ പറഞ്ഞത് 3:45 നിർത്തുന്നു അല്ലേ? ഞങ്ങളെ
മുക്കാൽ ഇൻഷാ അല്ലാഹ്, ഒരു 5 മിനിറ്റും കൂടി. മുത്തുമുഅ്മിനീങ്ങളെല്ലാവരും ജീവിതം നന്നാക്കുക, പകയൊക്കെ ഒഴിവാക്കുക, സ്വഭാവം നന്നാക്കുക, ഉമ്മാനെ ഉപ്പാനെ സ്നേഹിക്കുക. ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുത്തുരത്നങ്ങളാണ് ഉമ്മയും ഉപ്പയും. ലോകത്ത് പകരം വെക്കാൻ ഒരു വലിയുമില്ല, ഒരു തങ്ങളുമില്ല, ഒരു ഉസ്താദുമില്ല. ഉമ്മയും ഉപ്പയും വലുതാണ്. നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും, ആ ഉമ്മാടെയും ഉപ്പാടെയും പൊരുത്തമില്ലാത്തവന് സ്വർഗമില്ല. ഉമ്മാന്റെയും ഉപ്പാന്റെയും ദുആക്ക് അവരെ ഉമ്മാനെ ഉപ്പാനെ കൂട്ടിയിട്ടില്ലെങ്കിൽ അവന്റെ ദുആ അല്ലാഹുവിന് വേണ്ട. ഉമ്മാക്കും ഉപ്പാക്കും ദുആരക്കാത്തവന് ദരിദ്രം ഉണ്ടാകാം. ഉമ്മക്ക് ദ്വാരക്കാത്തൊരു ദുആയും ഉണ്ടാകരുത്, ഉപ്പക്ക് ദ്വാരക്കാത്തൊരു ദുആയും ഉണ്ടാകരുത്. ഉമ്മയും ഉപ്പയും ജീവിതത്തിന്റെ അമൂല്യ നിധികളാണ്. ജീവിച്ചിരിപ്പുള്ള ഉമ്മക്ക് ധാരാളം നന്മകൾ ചെയ്തോ, മരിച്ചുപോയ ഉപ്പാടെ പേരിൽ ധാരാളം സദഖകൾ ചെയ്തോ. മരിച്ചുപോയ ഉമ്മയും മരിച്ചുപോയ ഉപ്പയും നിങ്ങളുടെ സദഖക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും. മരിച്ചുപോയ ഉമ്മാടെ പേരിൽ, മരിച്ചുപോയ ഉപ്പയുടെ പേരിൽ ധാരാളം സദഖ ചെയ്യാൻ മനസ്സ് കാണിക്കണം. ജീവിച്ചിരിപ്പുള്ള ഉമ്മക്കും ഉപ്പക്കും ആഫിയത്തിന് വേണ്ടി നമ്മൾ മക്കൾ സദഖ ചെയ്യണം. അങ്ങനെ സദഖ ചെയ്താൽ നമ്മുടെ മക്കള് സാലിഹീങ്ങളാവുന്നു, നമ്മുടെ മക്കൾ ഉപകാരപ്പെടുന്ന മക്കളാകുന്നു, നമ്മുടെ മക്കൾ നന്മയുടെ മക്കളാകുന്നു. മക്കൾ എന്തുണ്ടാകണം? സാലിഹീങ്ങളായ മക്കളാകണോ? ഉമ്മയെ മറന്നു പോകരുത്. പെരുന്നാളിന് ഉമ്മക്ക് പണം കൊടുക്കാൻ കഴിയണം, ഉപ്പക്ക് പണം കൊടുക്കാൻ കഴിയണം. ഉമ്മക്കും ഉപ്പക്കും നല്ല നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം. അവർക്ക് ഉംറക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ മക്കൾ അതിന് വ്യവസ്ഥയുണ്ടാക്കണം. അവർക്ക് സിയാറത്തിന് പോകാൻ കൊതിയുണ്ടെങ്കിൽ മക്കളെ മരിച്ചു കഴിഞ്ഞിട്ട് 40ഉം 70ഉം നല്ലോണം ആഡംബരത്തോടെ കഴിച്ചത് കൊണ്ടായില്ല. ഉമ്മക്കും ഉപ്പക്കും ജീവിതകാലത്ത് കൊടുക്കേണ്ടത് കൊടുക്കാതെ മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? അല്ലെ, ഉമ്മാക്കതിഷ്ടമായിരുന്നു, ഉപ്പക്കിതിഷ്ടമായിരുന്നു. ഉമ്മക്ക് ഹയാത്ത് കാലത്ത് കൊടുത്തോ, ഉപ്പക്ക് ഹയാത്ത് കാലത്ത് കൊടുത്തോ. അങ്ങനെ ഉമ്മാനെയും ഉപ്പാനെയും സന്തോഷിപ്പിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈർ നൽകട്ടെ. മാറാവ്യാധികൾ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്, രോഗങ്ങൾ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ കുടുംബങ്ങളിലും ക്യാൻസർ രോഗികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല പല അപകടങ്ങളും പല പല മരണങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ട് അല്ലാ നീ കാക്കണം. അല്ലാ, ഉമ്മിനിങ്ങളെ തങ്ങൾ ദുആക്ക് കടക്കുന്നുണ്ട്. അതിനു മുമ്പ് മരിച്ചുപോയ ഉമ്മാന്റെയോ ഉപ്പാന്റെയോ പേരിൽ, അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുള്ള ഉമ്മാന്റെയോ ഉപ്പാന്റെയോ പേരിൽ ഒരു 2222 റുപ്യ തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ട് ഈ സദസ്സിലോ സ്റ്റേജിലൊക്കെ ആയിട്ട്? മരിച്ചുപോയ ഉമ്മാന്റെ പേരിലോ മരിച്ചുപോയ ഉപ്പാന്റെ പേരിലോ തങ്ങൾ ഉസ്താദ് ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. മരിച്ചുപോയ ഉമ്മാന്റെയോ ഉപ്പാന്റെയോ ആരുടെയെങ്കിലും പേരിലോ ജീവിച്ചിരിപ്പുള്ള ഉമ്മാക്ക് ഉപ്പാക്ക് ആഫിയത്തിനോ കരുതിയിട്ട് ആരെങ്കിലും ഉണ്ടാ? ബിസ്മില്ലാ. അൽഹംദുലില്ലാഹ്. പേര് ലത്തീഫ് സുല്യ. മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ 5000 ഉറുപ്പിക അല്ലാഹു നീ ബർക്കത്താക്കണേ അല്ലാഹ്. ഇതൊക്കെ ഇഷ്ടമായിരുന്നു. അല്ലാഹു നീ റഹ്മത്തും ബർക്കത്തും നൽകണേ അല്ലാഹ്. ആ ഉമ്മാന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. സന്തോഷത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ആ ഉമ്മാന്റെ പൊരുത്തം പൊന്നുമോന് നൽകണേ അല്ലാഹ്. ഖൈറിന്റെ വടികൾ നീ തുറന്നു തരണമല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണമല്ലാഹ്. ആ പൊന്നുമോന് ദുനിയാവിലും ആഖിറത്തിലും റഹ്മത്തും ബറക്കത്തും കോരിവാരി കൊടുക്കണമല്ലാ. ആ പൊന്നുമ്മാന്റെ കൂടെ ഈ പൊന്നുമോനും കുടുംബത്തിനും സുഖലോക സ്വർഗം നൽകണമല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടാ? അൽഹംദുലില്ലാ. അബ്ദുറഹ്മാൻ തമ്പിനമക്ക് 2220 ഉറുപ്പിക. ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ആഫിയത്തിന്. അല്ലാഹുവേ ജീവിച്ചിരിപ്പുള്ള ഉമ്മാക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. അബ്ദുറഹ്മാൻ തമ്പി അദ്ദേഹത്തിനും കുടുംബത്തിനും ഐശ്വര്യം നൽകണേ അല്ലാഹ്. ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. സന്തോഷത്തിന്റെ വാതിലുകൾ അവർക്ക് നീ തുറന്നു കൊടുക്കണമല്ലാഹ്. റഹ്മത്തും ബറക്കത്തും റാഹത്തും ഏറ്റി കൊടുക്കണം അല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടാ?
ഷമീർ കാണിയൂർ അടക്കാൻ്റെ അല്ലേ? അല്ലാഹു ബർക്കത്താക്കട്ടെ. ആരെ പേരിൽ പറഞ്ഞ്? ഉപ്പ ഉമ്മയും മരിച്ചുപോയി ഉമ്മാന്റെ ഉപ്പാന്റെ പേരിൽ ഷമീർ കാണിയൂർ 5000 റുപ്യ അല്ലാഹു നീ ബർക്കത്താക്കണേ അല്ലാ. ആ സഹോദരന്റെ കച്ചവടത്തിൽ നീ ബർക്കത്താക്കണേ അല്ലാ. അവരുടെ കച്ചവടത്തിൽ ഖൈറും ബർക്കത്തും തുറന്നു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറിലേക്ക് ആ സന്തോഷം ഉമ്മക്കും ഉപ്പക്കും റാഹത്തായി റഹ്മത്തായി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഖൈറിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. സലാമത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. കച്ചവടത്തിൽ ഐശ്വര്യം നൽകണമല്ലാ. നമ്മുടെ ബൈത്തടുക്ക ഹാജിയാറുടെ പൊന്നുമോൻ ജലീൽ ബൈത്തടുക്ക ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ജലീൽ ബൈത്തടുക്ക അബ്ദുറഹ്മാൻ ഹാജി ബൈത്തടുക്ക നമ്മുടെ ഒരു ഉമ്മറ നേതാവായിരുന്നു. പുത്തൂർ പരിസരങ്ങളിലേക്കൊക്കെ ഒരു എല്ലാത്തിലും ഒരു അവസാനത്തെ വാക്കായിരുന്നു.